മലയാള സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരുന്ന സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. സിനിമയുടെ ആദ്യ ദിനം കഴിഞ്ഞപ്പോൾ തന്നെ സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു വിഭാഗം പറയുന്നു സിനിമ ഗംഭീര സിനിമയാണെന്ന് പറയുന്നു, മറ്റൊരു വിഭാഗം പറയുന്നു സിനിമയുടെ കഥ അത്രത്തോളം ഇമ്പാക്ട് ഇല്ല എന്ന് പറയുന്നു. അതുപോലെ വേറൊരു വിഭാഗം പറയുന്നു സിനിമ ഒരു പ്രൊപ്പഗണ്ടയാണെന്ന് പറയുന്നു. പിന്നീടുള്ള വിഭാഗം പറയുന്നത് ഇടതുപക്ഷ വലതുപക്ഷ ചേരികൾ തിരിഞ്ഞ് സിനിമയെ സപ്പോർട്ട് ചെയ്തും എഗ്നിസ്റ്റ് ആയിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സിനിമ ഈ ഒരു 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്ത് 100 കോടിക്ക് മുകളിലാണ്. അത് എമ്പുരാൻ സർവകാല റെക്കോർഡിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ആദ്യ ദിനം സിനിമ കളക്ട് ചെയ്ത് ഏകദേശം 65 കോടി മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 43 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഓവർസീസ് ആണ് എന്ന് ഓർക്കുക. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ FD ആണ് എമ്പുരാൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. 14 കോടി രൂപയ്ക്ക് മുകളിലാണ് എമ്പുരാൻ ആദ്യ ദിനം കളക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനു മുമ്പുള്ള ലിയോയുടെ 12 കോടി എന്ന് പറഞ്ഞ FD ആണ് ബ്രേക്ക് ചെയ്ത് എമ്പുരാൻ മുന്നോട്ട് പോകുന്നത്. ഒന്നോർക്ക് ഒരു സിനിമ ഓവർസീസിൽ നിന്ന് 43 കോടി രൂപ കളക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു സിനിമയുടെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടായിരിക്കണം എന്ന് പറയാം. അതുപോലെ തന്നെ UAE ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡാണ് എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ലിയോയും ബാഹുബലി 2 ബ്രേക്ക് ചെയ്താണ് ഈ എമ്പുരാൻ ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ സിനിമയുടെ 3-ാം ദിനം പോകുമ്പോഴും BMSലൊന്നും ബുക്കിങ്ങിന് ഒരു കുറവുമില്ല. വൻ രീതിയിൽ തന്നെയാണ്, ഹൈപ്പിലാണ്, അഡ്വാൻസ് പ്രീസെയിലാണ്, എല്ലാം തന്നെ വൻ ഹൈപ്പ് തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ വീക്കെൻഡിൽ ഏകദേശം 200 കോടിക്കകം തന്നെ കളക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര കോടിക്ക് മുകളിൽ പോകുന്നത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും ഒരു പക്ഷേ, അത്രയുണ്ട്. അതുപോലെ തന്നെ വേറൊരു വാർത്ത, മീഡിയകളിലെ എമ്പുരാനാണ് ഇപ്പം ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. എമ്പുരാനിലൂടെ മോഹൻലാലും പൃഥ്വിരാജും തന്നെയാണ് ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. മോഹൻലാൽ ആദ്യം പറയുന്ന BJP ആയിരുന്നു പറയുന്ന വീഡിയോ പറയുന്നത്, ഇപ്പോഴും രണ്ടാമത് പറയുന്ന മോഹൻലാൽ BJPക്കാരനല്ല, ഒരു ഇടതുപക്ഷക്കാരനാന്ന് പറയുന്നത്. അങ്ങനെ പല രീതിയിലുള്ള, അതുപോലെ തന്നെ പൃഥ്വിരാജും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പറയുന്നത്, പൃഥ്വിരാജും ഇപ്പോൾ ഇടതുപക്ഷ അനുകൂലിയാണ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ചർച്ചകളാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും വകവെക്കാതെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ വലിയ ക്യാൻവാസിലുള്ള സിനിമ, ഇതുപോലൊരു സിനിമ ഇനി മലയാളത്തിൽ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. കാരണം വൺസ് ഇൻ എ ബ്ലൂ മൂണിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ സിനിമ വലിയൊരു ക്യാൻവാസിൽ സൃഷ്ടിച്ച സിനിമ തന്നെയാണ്. അപ്പൊ ഇതിന് അതിനുള്ള അപര്യാപ്തത എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ റിവ്യൂവിൽ പറയുന്നുണ്ട്. ഇപ്പൊ സ്റ്റോറിയിലുള്ള ചില കണക്ഷൻ വ്യത്യാസക്കുറവൊക്കെ എന്നിരുന്നാലും ടോട്ടലി നോക്കുകയാണെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വലിയ ക്യാൻവാസിലുള്ള വർത്ത് വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പം സിനിമയെ തന്നെ കാണുക, ബാക്കിയുള്ളതൊക്കെ മാറ്റി വെക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സിനിമയും കുത്തിക്കീറി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഒരു കാരണവശാലും സിനിമയെ കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാൻ ഫൈറ്റും ഈ ഒരു സിനിമയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് തമിഴ് തെലുങ്ക് ഓഡിയൻസും പറയുന്നത് ഈ ഒരു സിനിമ നമ്മുടെ സിനിമകളിൽ അത്രത്തോളം ഒന്നുമില്ല എന്ന് പറയുന്നത്. ഒന്ന് ഓർക്കുക, നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് എല്ലാ സിനിമയും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ അത്രയും വലിയൊരു ക്യാൻവാസിൽ വന്ന സിനിമ ചിലപ്പോൾ ഒരുപക്ഷെ അത്രയും ക്വാളിറ്റി ഇല്ല, അത്രയും ബഡ്ജറ്റിൽ അത്ര ഇമ്പാക്ട് സൃഷ്ടിച്ചുണ്ടായി ഒരുപക്ഷെ അവർക്ക് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. എന്നിരുന്നാലും ഈ ഒരു എന്താ പറഞ്ഞ ഈ എഗ്നിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കിടയിലും എമ്പുരാൻ മുന്നോട്ട് പോവുകയാണ്. മോഹൻലാൽ പൃഥ്വിരാജ് കോംബോയിൽ എമ്പുരാൻ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലും സിനിമ മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പോൾ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രത്തോളമാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് നല്ല കളക്ഷൻ കയറി മുന്നോട്ട് പോകട്ടെ. അതുപോലെ ഇതുപോലെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വാർത്തകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്.